പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗത്ത് പീഡനങ്ങളെ കുറിച്ചുള്ള യേശുവിൻ്റെ ഒരു മുന്നറിയിപ്പാണ്. യേശു മരിച്ച് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ഇവിടെ ആയിരിക്കുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ യേശു കർത്താവ് മുന്നമേ അവരെ അറിയിക്കുക ചെയ്യുന്നത്. 16-1 മുതൽ പറയുക, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിപ്രശ്നരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് പറയുന്ന കാലം വരും. അവർ പിതാവിനെയോ എന്നെ അറിയായോ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത ഉപദേശമാണിത്. അവരുടെ ജീവിതത്തിൽ യേശു പറഞ്ഞ അതേ സംഭവം അവരുടെ ജീവിതത്തിൽ നടന്നു. അന്നുണ്ടായിരുന്ന പുരോഹിതന്മാരും അന്നുണ്ടായിരുന്ന യഹൂദരായ മനുഷ്യരും എല്ലാവരും കൂടെ കൂടി അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ ആരെയും ഞങ്ങൾ അനുസരിക്കുകയില്ല എന്ന് അവർ പറയാൻ ഇടവന്നു. അവരെ പിടിച്ച് തടവറയിലിട്ടു. അവരുടെ കൂടെയുള്ള കുറെ പേരെ അവർ കൊന്നുകളഞ്ഞു. യേശു അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. പ്രിയമുള്ളവരെ, ആ മുന്നറിയിപ്പിന്റെ ഒരു ഭാഗം ഇന്ന് ഈ കാലഘട്ടത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുന്ന ഏതു ദൈവമക്കളും അവർ ഈ പീഡനം അനുഭവിക്കാൻ ഇടവരുമെന്ന് കർത്താവ് പറയുക. നിങ്ങളായിരിക്കുന്ന ഇടത്തു നിന്ന് നിങ്ങളെ അവർ പുറത്താക്കും. നിങ്ങളെല്ലാവരും കൂടി കുറ്റപ്പെടുത്തുവാനും ഒറ്റപ്പെടുത്തുവാനും പരിഹസിക്കുവാനും തള്ളിക്കളയുവാനും മാറ്റി നിർത്താനൊക്കെ ഇടവരും. യേശു പറയാണ്, എന്നെയോ പിതാവിനെയോ അറിയായതുകൊണ്ടാണ്. യേശു അങ്ങനെ പറയാൻ കാരണം, ഞാനും പിതാവും ഒന്നായിരിക്കുന്നു എന്ന് യേശു പറയുന്നുണ്ട്. എന്നെ അയച്ച പിതാവ് അയച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. നിങ്ങൾ എന്നെ കാണുന്നുവെങ്കിൽ പിതാവിനെ കാണുന്നു. ഇന്ന് പ്രിയമുള്ളവരെ, യേശു കർത്താവിന്റെ നാമത്തിൽ സുവിശേഷവുമായി കടന്നു പോകുന്നവരെ ഇന്ന് ഉപദ്രവിക്കുകയും കൊല്ലുകയും അവരായിരിക്കുന്ന ഇടത്തു നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇത് യേശു കർത്താവ് മുന്നമേ അറിയിച്ച ദൈവിക വചനമാ, ദൂതാണ്. യേശു പറയാ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെ പരിത്വജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നിങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കുമ്പോൾ നിങ്ങളെ പുറത്താക്കുന്നതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ഈ സകലവും വേദനയും പ്രയാസവും എല്ലാം നിങ്ങൾ കർത്താവിന്റെ കൂടെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് നടന്നതുപോലെ നടക്കാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചത്. ഈ വിളി സുവിശേഷത്തിനുള്ള വിളിയാ. യേശു പറഞ്ഞു, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദം എത്ര സുന്ദരം. പീഡനങ്ങളുടെ നടുവിലും ഒറ്റപ്പെടുത്തലിന്റെ നടുവിലും കർത്താവായ യേശു അവരുടെ കൂടെ ഇറങ്ങി വരുന്നതും കർത്താവിന്റെ പ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടുന്നതും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കൂടെ കർത്താവ് മാത്രം മതി. വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരാണ് എനിക്ക് എതിര് നിൽക്കുക? ഉപദ്രവമോ ആപത്തോ പട്ടിണിയോ വാളോ ഇല്ലെന്നേ ഒന്നുമില്ല. യേശു കൂടെ ഉണ്ടെങ്കിൽ. കാരണം സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചു കൊടുക്കാൻ കഴിയുന്ന കർത്താവ്, അവന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് വേണ്ടതെല്ലാം തരാൻ കഴിയുന്ന ഈ അഖിലാണ്ടം ഉണ്ടാക്കിയ ഒരാളാണ് നമ്മുടെ കർത്താവെങ്കിൽ
നമുക്ക് വിശ്വസിക്കാൻ വേറെ ആരെയും നോക്കണ്ട. പീഡനങ്ങളുടെ നടുവിൽ അപ്പസ്തോലന്മാർ വിശ്വസിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ അവരെ നയിച്ചത് കർത്താവെങ്കിൽ ഇന്ന് സുവിശേഷത്തിന് വേണ്ടി കർത്താവിന്റെ വചനം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങിയാൽ, നമ്മൾ കർത്താവിന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറായെങ്കിൽ കർത്താവിന്റെ മഹത്വം നമ്മൾ അനുഭവിക്കും. നമുക്ക് വേണ്ടി വില കൊടുത്തവനാ, നമ്മൾ അവന് വേണ്ടി ഒന്ന് വില കൊടുത്തോ, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ കൺമുമ്പിൽ കാണാൻ കഴിയും. അവന്റെ അത്ഭുത പ്രവൃത്തി കണ്ട് അവനെ ആരാധിക്കാൻ കഴിയും. നമ്മുടെ ഭവനത്തിന് സമാധാനവും ശാന്തിയും അനുഭവവും ദൈവപ്രവൃത്തി എല്ലാം വെളിപ്പെടാൻ ഇടവരുന്നത് കർത്താവിന് വേണ്ടി നമ്മൾ വില കൊടുത്തിറങ്ങുവാൻ തയ്യാറാകുമ്പോഴാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. കർത്താവേ, അന്ന് യേശു ശിഷ്യന്മാരുടെ കൂടെ നടന്നപ്പോൾ പറഞ്ഞ ദൈവിക സന്ദേശം, യേശു മരിച്ചു ഉയർത്തു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് അത് വെളിപ്പെടുവാൻ ഇടവന്നെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിലും കർത്താവെ, അനേകർ സുവിശേഷത്തിനെതിരാകുന്നതും പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നതും ഒറ്റപ്പെടുത്തുന്നതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ പാതയെ പിന്തുടരാൻ തക്കവണ്ണം നീ തന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. യേശു മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.